ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിവിടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അതീവം ദുഃഖകരമായ നിരാശയുണർത്തുന്ന രണ്ട് സംഭവങ്ങളെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഏകമകൾ, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയും ആശയും ആയിരുന്ന ഏകമകളുടെ മരണത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ആ കുട്ടി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഹോസ്റ്റലിൽ താമസിച്ചു വരികയെ വീട്ടിൽ നിന്ന് സുഖാന്വേഷണം അന്വേഷിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എനിക്ക് കുറേശ്ശെ പനിയുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം എന്ന് അറിയിക്കുകയും 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പനി കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് അറിയിപ്പ് കിട്ടുകയും അതിനുശേഷം ഹോസ്പിറ്റലിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പനി മൂർച്ഛിക്കുകയും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് എത്തുകയും ICUവിൽ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം റിപ്പോർട്ട് വന്നു പനി ന്യൂമോണിയായി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. കുറച്ച് ദിവസം ICUവിൽ കഴിഞ്ഞു. അതിനുശേഷം ആ കുട്ടി മരണത്തിന് കീഴടങ്ങി. ആ കുടുംബത്തിൻ്റെ ആശയും പ്രതീക്ഷയുമായിരുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നടന്നിരുന്ന ആ മാതാപിതാക്കൾക്ക് ജീവിതകാലം മുഴുവനും വേദനിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ആ വീട്ടിൽ ഇപ്പോഴും കിടപ്പിൽ തന്നെ ആ 2 രക്ഷിതാക്കൾ കിടക്കുന്നു. ആരൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് വീണ്ടും കിടന്നുറങ്ങുന്നു. കാണാൻ പറ്റാത്ത, മനസ്സലിയിക്കുന്ന ഒരു സംഭവമാണത്. കാരണം എന്താണ്? കേവലം ഒരു പനി എന്ന് പറയുന്ന ഒരു സംഭവമാണ് ആ കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തിയത്. ആദ്യകാലങ്ങളിൽ പനി ഉണ്ടായിരുന്നു. പനി എങ്ങനെയായിരുന്നു? പനി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഒരു മാറ്റം, തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തെ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരം റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രതികരിക്കും എന്നുള്ളതാണ് പനി എന്ന് പറയുന്നത്. പനി പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഒരു ലക്ഷണമായിരുന്നു. നമ്മളിപ്പോൾ ഒരു ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഒരു AC-യിലേക്കോ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശത്തേക്കോ പ്രവേശിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കും. അങ്ങനെ ആ പ്രതികരണമാണ് പനി എന്ന് പറയുന്നത്. അങ്ങനെ ആ ലഘുവായി കണ്ടിരുന്ന പനിയെ ഇന്ന് ഭീതിയുടെ ഒരു ഘടകമായി മാറിയിരിക്കുന്നു. പലതരം പനികളായി, ഡെങ്കിപ്പനി, എലിപ്പനി, നിപ്പ, അങ്ങനെയുള്ള പല പനികളായി മാറി മനുഷ്യനെ പനി എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷത്തിലെത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിത രീതിയിലുള്ള പല മാറ്റങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട്. ആർക്കും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നേരമില്ല. റെഡിമെയ്ഡ് ഭക്ഷണം മേടിച്ചുണ്ടാക്കി കഴിക്കുന്നു. അതിലുണ്ടാകുന്ന രാസവസ്തുക്കളും മറ്റും നമ്മുടെ ശരീരത്തിലെത്തുകയും അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. മനുഷ്യന് ശരീരത്തിൽ ഏറ്റവും എത്ര അസുഖങ്ങൾ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള ബാക്ടീരിയകളൊക്കെ മനുഷ്യ ശരീരത്തിലുണ്ട്. അത് നശിച്ചു പോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ. അപ്പോൾ ആ കുടുംബം ഇപ്പോഴും ദുഃഖത്തിൽ ആഴ്ന്നു കിടന്ന് ജീവിക്കുന്നു.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിലെ ഇളയ കുട്ടി, ഓമനയായ ഇളയ കുട്ടികൾ എന്തായാലും എല്ലാ രക്ഷിതാക്കൾക്കും അവർക്ക് കൂടുതൽ വാത്സല്യം ഉണ്ടാവും. അതിനെ കുടുംബത്തിൽ സന്തോഷം പകർന്നുകൊണ്ട് ഓടിച്ചാടി നടന്നിരുന്ന ഒരു കുഞ്ഞ് ആൺകുട്ടി, 5 വയസ്സായുള്ള കുട്ടി പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും അവിടുന്ന് പനി കുറയാതെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ അവർക്ക് റിസൾട്ട് വന്നു. മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖമാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് ഏതോ ഹോസ്പിറ്റലിലേക്ക് പോകുകയും രോഗം മൂർച്ഛിക്കുകയും ആ കുട്ടിയും മരണത്തിലേക്ക് കീഴടങ്ങി. എന്താണ് കാരണം? ജലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അസുഖം. പണ്ട് കാലങ്ങളിൽ ജനങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? ഏതുന്നതനായാലും താഴേക്കിടയിലുള്ള വ്യക്തിയായാലും രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുളങ്ങളിലും തോടുകളിലും അതുപോലെ തടാകങ്ങളിലൊക്കെ കുളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ജോലിക്ക് പോയിരുന്നത്. ആ തടാകങ്ങളിലും തോടുകളിലും കുളിച്ച് ജീവിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുളങ്ങളിൽ പോയി കുളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറിയിരിക്കുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ കുളങ്ങളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ കുളങ്ങളിലും തോടുകളിലൊക്കെ കുത്തി മറിഞ്ഞ് കൂട്ടുകാരോടൊക്കെ മണിക്കൂറുകളോളം കുളത്തിൽ കുളിച്ച് അങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് മണിക്കൂറോളം അതിൽ ഉല്ലസിച്ചുകൊണ്ടാണ് കുളി കഴിഞ്ഞ് സ്കൂളിൽ പോയിരുന്നത്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ കുളങ്ങളിലും അല്ലെങ്കിൽ തോടുകളിലൊക്കെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്മാരോ എല്ലാവരും കൂടി വളരെ ആനന്ദിച്ച് മുങ്ങിക്കുളിച്ച് അതിൻ്റെ ഉള്ളിൽ കളിച്ച് മണിക്കൂറുകളോളം അതിൽ കുളിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിരുന്നത്. അങ്ങനെയുള്ള ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രകൃതിയിൽ പല മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വെള്ളത്തിൻ്റെ ഘടന തന്നെ മാറിയിരിക്കുന്നു. ഈ വെള്ളത്തിൽ ഈ അമീബയെ നശിപ്പിക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘടകങ്ങളൊക്കെ നശിച്ചു പോയതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അവസ്ഥ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കുട്ടിയും മരണത്തിന് കീഴടങ്ങി, ആ പെൺകുട്ടിയും മരണത്തിന് കീഴടങ്ങി. 2 കുടുംബങ്ങൾക്കും തീരാ ദുഃഖങ്ങൾ നൽകിക്കൊണ്ട് അവർ മരണത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നമുക്ക് നഷ്ടപ്പെടും. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്നത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വരും തലമുറയ്ക്ക് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ നഷ്ടപ്പെടും. ഞങ്ങളുടെ ഭൂമിയിൽ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾ പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം, നാച്ചുറലായ ഭക്ഷണം കുറച്ച് സമയമെടുത്താലും എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം കഴിച്ച് രോഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വരും തലമുറയെ രക്ഷിക്കാനുള്ള ദൗത്യം എല്ലാവരും ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയുള്ള പല മരണങ്ങളും സംഭവിക്കുകയും ഓരോ കുടുംബത്തിൻ്റെയും ദുഃഖങ്ങൾ നമുക്ക് കാണേണ്ടി വരികയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുക്കള തോട്ടങ്ങളിൽ വീട്ടിലാവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പച്ചക്കറികൾ ഈ മഴക്കാലത്ത് ഒച്ചുകൾ വന്ന് നിറഞ്ഞ് അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ആ അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്ന പച്ചക്കറികൾ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട ഗതികളിലേക്ക് എത്തി. ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യനെ സഹായിക്കുന്ന, മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള പല ഘടകങ്ങളും ഇല്ലാതാവുകയും അതുപോലെ തന്നെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന, മനുഷ്യന് ഹാനികരമായിട്ടുള്ള പല ഘടകങ്ങളും ഭൂമിയിൽ വാഴ്ന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും
പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള ദുഃഖങ്ങൾ കാണേണ്ടി വരും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ ഭൂമിയെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.